അല്പം അധികം ദൂരെ ഇല്ലാതെ പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ, ഇത്തവണ 2 പാപ്പാന്മാരെ കത്തിക്കുന്നു എന്നതാണ് പ്രത്യേകത. പരേഡ് ഗ്രൗണ്ടിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ? സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും എല്ലാം ഏത് രീതിയിലാണ്? എല്ലാ പരേഡ് ഗ്രൗണ്ടിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതാ നമ്മളിനി മണിക്കൂറുകൾ, വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുക എന്നുള്ളതിനെ കാത്തിരിക്കുന്നത്. അപ്പോൾ അത്രയേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉച്ച മുതൽ തന്നെ ആ ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരേഡ് ഗ്രൗണ്ടിൽ നിന്നുള്ള കാഴ്ച. ഇപ്പോൾ വെളി ഗ്രൗണ്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെ നിതിൻ അംബുജൻ പറഞ്ഞു. സമാനം തന്നെയാണ് ഈ ഇവിടുത്തെ, അതായത് തൊട്ട് അടുത്തുള്ള ഈ പരേഡ് ഗ്രൗണ്ടിലെയും കാഴ്ചകൾ. കുറേ ദൂരത്ത് നിന്നുള്ള ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഉള്ളത്. അതായത് മലപ്പുറം, കാസർഗോഡ്, അതുപോലെ തന്നെ ഈ കേരളത്തിന് പുറത്തു നിന്നുള്ള ഡൽഹി, ബാംഗ്ലൂർ, അവരൊക്കെ തന്നെ ആദ്യമായിട്ട് ഇപ്രാവശ്യം ഈ കൊച്ചിയിലേക്ക് വരണം, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരണം എന്നുള്ളൊരു മനസ്സോടുകൂടി തന്നെ അതിരാവിലെ എത്തുന്നു. അവർ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ രാവിലെ മുതൽ തന്നെയുള്ള ഇവിടെ നിന്നുള്ള ഒരു ചിത്രമായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെയൊക്കെ വരുന്നുണ്ട്. ചേട്ടൻ എവിടുന്നായിരുന്നു? ഇവിടെ തന്നെയുള്ള ആൾക്കാരാണോ? എല്ലാ വർഷവും പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ എത്തും? അല്ല, ഞാനിവിടെ ഉള്ളപ്പോൾ, ഞാൻ നാട്ടിലല്ല വർക്ക് ചെയ്യുന്നത്, പുറത്താണ്. അപ്പോൾ ഞാനുള്ള സമയത്ത് ഇപ്രാവശ്യം അതൊരു സന്തോഷം. എല്ലാവരും ഫാമിലി ആയിട്ട് കൂടുന്നതാണ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ചേട്ടാ എവിടുന്നാ? വയനാട്. പേര് രതീഷ്. ഫസ്റ്റ് ടൈം കൊച്ചി, ഫസ്റ്റ് ടൈം ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുക. ഇപ്രാവശ്യം പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ? അതെ, പ്രശ്നം കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. വയനാട് വേടൻ്റെ പരിപാടിയുണ്ട്, അത് ക്യാൻസലാക്കി ഇങ്ങോട്ട് വന്നതാണ് കാണാൻ വേണ്ടി. കൊച്ചി പരിപാടി കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാ. ഇതുവരെ ഉള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു? മഴമരമൊക്കെ കണ്ടോ? ഇല്ല, ഒന്നും കണ്ടില്ല. ഫസ്റ്റ് ടൈം ഇവിടെ, ഫസ്റ്റ് ടൈം ആയിട്ട് വരുവാണ്. ഞാൻ പ്രാവശ്യം ന്യൂ ഇയർ അടിച്ച് പൊളിക്കണം. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഇതപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള രതീഷ് ചേട്ടനെയാണ് ഇതിനെ നമ്മൾ കണ്ടത്. ഈ പറഞ്ഞ പോലെ ആ ഒരുക്കങ്ങളും കൂടുതൽ ആളുകളൊക്കെ എത്തുമ്പോൾ അവർക്കുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. DJ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു വശത്ത്, അതിൻ്റെ സൗണ്ട് ചെക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. ആളുകളൊക്കെ എത്തിയിട്ട് ഈ സ്ഥലം പിടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് അറിയാം. കാരണം അവിടെയൊക്കെ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശനമില്ലാത്തത്. അവിടെ ഒരു സൈഡിൽ മാത്രമായി ഈ വിദേശികൾ വരുമ്പോൾ അവർക്ക് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകമായി. മറ്റെല്ലാവർക്കും തന്നെ ഒരുമിച്ച് ബാരിക്കേഡ് കെട്ടിയിരിക്കുകയാണ്. അതിനുള്ളിൽ അപ്പുറത്ത് നിന്നിട്ട് വേണം ഇത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഗ്രൗണ്ടാണ്. അതെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഫില്ലാവും എന്നുള്ളതാണ് നിലവിലെ ഒരു കാഴ്ചയുള്ളത്. കൂടുതൽ പേർ ഈ മൈതാനത്തേക്ക് കാണാൻ വരുന്നു എന്നുള്ളതാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക്. കാരണം ഫോർട്ട് കൊച്ചി ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രം എന്നുള്ളത്. അത്രയേറെ ആളുകളുടെ ഒരു ഒഴുക്ക്, ഒരു സമുദ്രം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു പല ദിവസങ്ങളിലും ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇന്ന് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുകയാണ്. 3 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നു ഈ പരേഡ് ഗ്രൗണ്ടിലും ഒപ്പം തന്നെ ഈ വെളി ഗ്രൗണ്ടിലും കൂടിയും ആവുമ്പോൾ. ആളുകൾ അങ്ങനെ സ്പ്ലിറ്റായി വലിയ രീതിയിൽ ഒരു സ്ഥലത്ത് തന്നെ ആളുകൾ കേന്ദ്രീകരിക്കപ്പെടില്ല എന്നുള്ളത് കൂടിയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ഈ 2 പപ്പാഞ്ഞിമാർക്ക് ഇപ്രാവശ്യം ഒരു അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേർ അപ്പോൾ ഈ 2 ഗ്രൗണ്ടുകളിലേക്കുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, പരേഡ് ഗ്രൗണ്ടിൽ നിന്ന്, ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്. വിപിൻ, സാധാരണ കോഴിക്കോടും മലപ്പുറത്തൊക്കെയാണല്ലോ ഈ രീതിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ളത്. ഈ കൊച്ചിയിൽ വരുമ്പോൾ അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് കൊച്ചിയിലെ ആഘോഷം? ഒപ്പം നിയന്ത്രണങ്ങൾ ഏത് രീതിയിലാണ്? ആളുകൾക്ക് വരുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഏത് രീതിയിലാണ്? അതില്ല, ഇപ്പോൾ കോഴിക്കോടും മലപ്പുറത്തൊന്നും ഇത് ഇത്രയ്ക്കൊരു ആവേശം ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും പറയാൻ കഴിയും. കാരണം ഇപ്പോൾ കോഴിക്കോടൊക്കെ നമുക്ക് ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലമുള്ളത്. ഇവിടെ കേന്ദ്രീകൃതമായി ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഈ ഒരു ന്യൂ ഇയർ വൈബ് നമുക്ക് ഈ കൊച്ചിയിൽ ഒരു ആസ്വദിക്കാൻ പറ്റും. അതായത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത ഉള്ള ഒരു ഫീൽ തന്നെയാണ്. അത് ഈ ഡിസംബർ തുടങ്ങുമ്പോൾ മുതൽ തന്നെ കൊച്ചിയിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാവുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് ഇപ്പോഴും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളപ്പോൾ അത് കൂടുതലായിട്ടൊരു സന്തോഷത്തിലേക്ക് എത്തുകയാണ്. നമ്മളെ ന്യൂജൻ ടീംസ് മുഴുവനുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. എവിടുന്നാ? നമ്മള് കാഞ്ഞിരപ്പള്ളി. അടിപൊളി. ഇതിനായിട്ട് വന്നതാണോ? ഇത് പപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ്? അതെ. ആദ്യമായിട്ടാണോ? അല്ലല്ല, 2 വർഷം വന്നു, 3-ാം വർഷം. ഹാട്രിക്. അത്രേ ഉള്ളൂ. താമസം മുണ്ടൊക്കെ അല്ല, താമസം റൂമുണ്ട്, ചേട്ടൻ റൂമുണ്ട് അടുത്ത്. സെറ്റാണ്. ഈ പരിപാടി കഴിഞ്ഞ് നാളെ ഇവിടെ DJ ഉണ്ട്. എല്ലാം കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ. കണ്ടിട്ടേ പോകുന്നുള്ളൂ. അടിപൊളി. അപ്പൊ ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇയർ ആണ്. ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആണോ?
പാപ്പാഞ്ഞി എങ്ങനെയുണ്ട്? പപ്പാനി കൊള്ളാം. ഇത് പ്രതീക്ഷിച്ച തന്നെയാണോ? ആ പ്രതീക്ഷിച്ച ആരാന്നല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. കുഴപ്പമില്ല, നമ്മുടെ ഒരാള് അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സന്തോഷം എങ്ങനെ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ എത്തിയ ടീമിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കൊച്ചിയുടെ ഏറ്റവും വലിയ സന്തോഷം ഈ ന്യൂ ഇയർ വൈബ് തന്നെയാണ്. ആ ന്യൂ ഇയർ വൈബിൽ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണുന്നതിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ പോയ വർഷത്തെ ഒരുപാട് ദുഃഖങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ഈ രാത്രിയോടുകൂടി എരിഞ്ഞടങ്ങട്ടെ. നാളെ മുതൽ പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ ജീവിതം, പുതിയ ലോകം, അങ്ങനെ പുതിയ പ്രതീക്ഷകളുമായി നമ്മൾ ചുവടുവെക്കുകയാണ്. അതിന് എല്ലാവിധത്തിലും നമുക്ക് ഏറ്റവും നല്ലൊരു പുതുവത്സരം തന്നെ ആകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി അത് ആഘോഷിക്കുന്നതിന് വേണ്ടി ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലേക്കും ആയിരങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങുകയാണ്. അതിന്റെ ആദ്യത്തെ ഒരു കാഴ്ച ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരി, കൊച്ചിയിലെ പുതുവർഷ ആഘോഷ വിശേഷങ്ങളാണ് നിതിൻ അംബുജനും വിപിൻ സി വിജയനും പങ്കുവച്ചത്. പരേഡ് ഗ്രൗണ്ടിലും വെളി മൈതാനിയിലുമായി 2 പാപ്പാഞ്ഞിമാരാണ് ഇത്തവണ കത്തിയെറിയാൻ പോകുന്നത്. പുതിയ പ്രതീക്ഷകളുമായാണ് എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആഘോഷ പരിപാടികളെല്ലാം ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.